അധ്യായം 23. ഞാൻ സർവകലാശാലാ ബിരുദം നേടുന്നു. ദർശനശാസ്ത്രത്തിൻ്റെ പാഠപുസ്തകം വെച്ചുകൊണ്ട് ചെയ്യേണ്ട ചില ജോലികൾ നീ അവഗണിക്കുന്നു. പരീക്ഷ കടന്നുകൂടുന്നതിന് അധ്വാനമൊന്നും വേണ്ടാത്ത ഭൂതോദയത്തെയാണ് നീ ആശ്രയിക്കുന്നതെന്നതിന് സംശയമില്ല. കുറേക്കൂടി ബുദ്ധിമുട്ടി പഠിക്കാതെ നീ പരീക്ഷ ജയിക്കാൻ പോകുന്നില്ല എന്നത് ഞാൻ നോക്കിക്കൊള്ളാം. ശ്രീരാമപുരത്തെ കോളേജിലെ പ്രൊഫസർ DC ഘോഷാൽ എന്നെ കർക്കശമായി താക്കീത് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അവസാന ക്ലാസ് പരീക്ഷയിൽ ജയിച്ചില്ലെങ്കിൽ വർഷാവസാന പരീക്ഷയ്ക്ക് ഇരിക്കാൻ ഞാൻ അയോഗ്യനാവും. വർഷാവസാന പരീക്ഷകൾ കൊൽക്കത്ത സർവകലാശാലയാണ് സംഘടിപ്പിക്കുന്നത്. ശ്രീരാമപുരം കോളേജ് അതിൽ അംഗത്വമുള്ള ഒരു ശാഖയാണ്. ഭാരതത്തിലെ കലാശാലകളിൽ AB പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥി ഒരു വിഷയത്തിൽ തോറ്റാൽ അടുത്ത വർഷം എല്ലാ വിഷയവും ഒരുമിച്ച് എഴുതേണ്ടി വരുന്നു. ശ്രീരാമപുരം കോളേജിലെ അധ്യാപകർ സാധാരണഗതിയിൽ എന്നോട് നേരിയ തമാശ കലർന്ന കാരുണ്യത്തോടെ പെരുമാറിയിരുന്നു. മുകുന്ദന് മതത്തിൻ്റെ ലഹരി അല്പം ഏറിപ്പോയി. ഇപ്രകാരം വിലയിരുത്തിയിട്ട് ക്ലാസ് മുറിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുകയെന്ന ഉൾക്കിടിലത്തിൽ നിന്ന് അവർ എന്നെ നയപരമായി ഒഴിവാക്കിയിരുന്നു. അവസാനത്തെ ക്ലാസ് പരീക്ഷകൾ AB പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ അവസാന പട്ടികയിൽ നിന്ന് എന്നെ ഒഴിവാക്കിക്കൊള്ളുമെന്ന് അവർ വിശ്വസിച്ചു. എൻ്റെ സഹപാഠികൾക്ക് എന്നെപ്പറ്റിയുള്ള അഭിപ്രായം അവർ എനിക്കു തന്ന ഇരട്ടപ്പേരിൽ നിന്ന് പ്രകടമാണ്: കിറുക്കൻ സന്യാസി. ദർശനശാസ്ത്രത്തിൽ പരാജയപ്പെടുത്തുമെന്ന പ്രൊഫസർ ഘോഷാലിൻ്റെ ഭീഷണിയെ വിഫലമാക്കാൻ ഞാൻ ഒരു കൗശലം പ്രയോഗിച്ചു. അവസാന ക്ലാസ് പരീക്ഷകളുടെ ഫലങ്ങൾ പ്രസിദ്ധപ്പെടുത്താറായപ്പോൾ പ്രൊഫസറുടെ മുറിയിൽ എൻ്റെ കൂടെ വരുവാൻ ഒരു സഹപാഠിയോട് ഞാൻ ആവശ്യപ്പെട്ടു. വരൂ, എനിക്കൊരു സാക്ഷി വേണം. ഈ അധ്യാപകനെ കടത്തിവെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കത് വലിയ നിരാശയാകും. എൻ്റെ ഉത്തരക്കടലാസിന് എത്ര മാർക്ക് ലഭിച്ചുവെന്ന് പ്രൊഫസർ ഘോഷാലിനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. ജയിച്ചവരുടെ കൂട്ടത്തിൽ നീയില്ല, അദ്ദേഹം വിജയഭാവത്തിൽ പറഞ്ഞു. തൻ്റെ മേശമേൽ ഉണ്ടായിരുന്ന വലിയ കെട്ടിൽ അദ്ദേഹം തിരഞ്ഞു. നിന്റെ കടലാസ് ഇവിടെ കാണുന്നതേയില്ല. പരീക്ഷയ്ക്ക് ഹാജരാകാത്തതുകൊണ്ട് നീ എന്തായാലും തോറ്റു. ഞാൻ ചെറുതായി ചിരിച്ചു. സർ, ഞാൻ പരീക്ഷയ്ക്കുണ്ടായിരുന്നു. ഉത്തരക്കടലാസ് കെട്ടിൽ ഞാനൊന്ന് നോക്കിക്കോട്ടെയോ? എന്തു ചെയ്യണമെന്നറിയാതെ പ്രൊഫസർ അനുവാദം തന്നു. നമ്പറല്ലാതെ തിരിച്ചറിയാനുള്ള എല്ലാ അടയാളങ്ങളും ശ്രദ്ധയോടെ ഞാൻ ഒഴിവാക്കിയിരുന്ന എൻ്റെ ഉത്തരക്കടലാസ് ഞാൻ വേഗം കണ്ടുപിടിച്ചു. എൻ്റെ പേരെന്ന ചുവന്ന കൊടി മുന്നറിയിപ്പ് നൽകാതിരുന്നതുകൊണ്ട് എൻ്റെ ഉത്തരങ്ങൾ പാഠപുസ്തകങ്ങളിലെ ഉദ്ധരണികളും മറ്റും ഇല്ലാതിരുന്നിട്ട് പോലും ഉയർന്ന മാർക്ക് നേടി. എൻ്റെ വിദ്യ മനസ്സിലായപ്പോൾ അദ്ദേഹം ഗർജിച്ചു. വെറും യാദൃച്ഛികത, അദ്ദേഹം പ്രതീക്ഷയോടെ കൂട്ടിച്ചേർത്തു. AB പരീക്ഷയ്ക്ക് നീ തീർച്ചയായും തോൽക്കും. മറ്റു വിഷയങ്ങളിലെ പരീക്ഷകൾക്ക് വേണ്ടി പഠിപ്പിക്കലും പരിശീലനവും എനിക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്തും അച്ഛൻ്റെ സഹോദരൻ ശാരദായുടെ മകനുമായ പ്രഭാസ് ചന്ദ്രഘോഷിൽ നിന്ന്. ജയിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറവ് മാർക്കോടെ എല്ലാ പരീക്ഷകളിലും ഞാൻ കഷ്ടിച്ച് കടന്നുകൂടി. ഇപ്പോൾ കോളേജിലെ 4 വർഷങ്ങൾക്ക് ശേഷം AB പരീക്ഷയ്ക്ക് ഇരിക്കാൻ ഞാൻ അർഹനായി. ഇതൊക്കെയാണെങ്കിലും ഈ പ്രത്യേക ആനുകൂല്യം അനുഭവിക്കാൻ കഴിയുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. ശ്രീരാമപുരം കോളേജിലെ പരീക്ഷകൾ കൊൽക്കത്ത സർവകലാശാലയിലെ കടുത്ത പരീക്ഷകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വെറും കുട്ടിക്കളി മാത്രമായിരുന്നു. ശ്രീ യുക്തേശ്വരൻ്റെ അടുത്തേക്ക് എൻ്റെ ഏറെക്കുറെ നിത്യമായ സന്ദർശനം കോളേജ് ഹാളുകളിൽ കയറാൻ എനിക്ക് ഒട്ടും സമയം അനുവദിച്ചിരുന്നില്ല. അവിടെ എൻ്റെ അസാന്നിധ്യത്തേക്കാൾ എൻ്റെ സാന്നിധ്യമാണ് സഹപാഠികളിൽ അത്ഭുതം ഉളവാക്കിയത്. ഏതാണ്ട് എല്ലാ ദിവസവും ഞാൻ പിന്തുടർന്നിരുന്ന പതിവ് രാവിലെ 9:30 മണിക്ക് സൈക്കിളിൽ യാത്രയാകുന്നതോടെ തുടങ്ങുന്നു. ഒരു കൈയിൽ ഗുരുദേവനുള്ള ഉപഹാരം ഉണ്ടാകും. പന്ഥിയിലെ പൂന്തോട്ടത്തിൽ നിന്ന് ഏതാനും പൂക്കൾ. എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഗുരുദേവൻ ഉച്ചയൂണിന് ക്ഷണിക്കും. അന്നത്തേക്ക് കോളേജിനെപ്പറ്റിയുള്ള ചിന്തകളെ അകറ്റാമെന്ന് സന്തോഷിച്ച് ഞാൻ അത് ഉത്സാഹപൂർവം എല്ലായ്പ്പോഴും സ്വീകരിച്ചിരുന്നു. ശ്രീ യുക്തേശ്വരൻ്റെ അതുല്യമായ ജ്ഞാനപ്രവാഹം ശ്രദ്ധിച്ചുകൊണ്ടോ ആശ്രമജോലികളിൽ സഹായിച്ചുകൊണ്ടോ അദ്ദേഹത്തോടൊപ്പം മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷം
പാതിരായോടടുത്ത പന്തിയിലേക്ക് ഞാൻ മടിയോടെ തിരിച്ചു പോകും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഗുരുദേവനോടൊത്ത് രാത്രി മുഴുവനും കഴിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ സന്തോഷപൂർവ്വം എല്ലാം മറന്നിരിക്കുന്ന ആ വേളകളിൽ ഇരുൾ മാറി പ്രഭാതമണയുന്നത് ഞാൻ അറിഞ്ഞിരുന്നതേയില്ല. ഒരു രാത്രിയിൽ 11 മണിയോടടുത്ത് താമസസ്ഥലത്തേക്ക് യാത്ര തിരിക്കാൻ പാദരക്ഷ ധരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരുദേവൻ ഗൗരവമായി എന്നോട് ചോദിച്ചു, നിന്റെ AB പരീക്ഷ എന്നാണ് തുടങ്ങുന്നത്? ഇനി 5 ദിവസം കഴിഞ്ഞ്. നീ തയ്യാറാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്ധാളിപ്പ് കൊണ്ട് സ്തംഭിച്ചുപോയ ഞാൻ ഒരു പാദരക്ഷ വായുവിൽ ഉയർത്തിപ്പിടിച്ച നിലയിൽ നിന്നു. പ്രഭോ, ഞാൻ തറപ്പിച്ചു പറഞ്ഞു, എൻ്റെ ദിനങ്ങൾ പ്രൊഫസർമാരുടെ കൂടെയല്ലാതെ അങ്ങയോടൊത്താണ് ഞാൻ ചെലവഴിച്ചതെന്ന് അങ്ങേക്കറിയാം. പ്രയാസമേറിയ പരീക്ഷകൾക്കിരിക്കുക എന്ന പ്രഹസനം നടത്താൻ എനിക്ക് എങ്ങനെ കഴിയും? ശ്രീ യുക്തേശ്വരൻ്റെ ദൃഷ്ടി എൻ്റെ കണ്ണുകൾ തുളച്ചു. നീ പരീക്ഷയ്ക്ക് ഇരിക്കണം. അദ്ദേഹത്തിൻ്റെ സ്വരം നിർദ്ദയവും ആധികാരികവുമായിരുന്നു. ആശ്രമജീവിതത്തോടുള്ള നിന്റെ താൽപ്പര്യക്കൂടുതലിനെ നിന്റെ അച്ഛനും മറ്റു ബന്ധുക്കളും കുറ്റം പറയാൻ നാം ഇടയാക്കരുത്. പരീക്ഷകൾക്ക് ഹാജരാകുമെന്ന് മാത്രം നീ ഉറപ്പു തരൂ. കഴിയുന്നിടത്തോളം ഭംഗിയായി എഴുതുക. നിയന്ത്രിക്കാനാവാത്ത കണ്ണുനീർ എൻ്റെ കവിളിലൂടെ ഒഴുകുകയായിരുന്നു. ഗുരുദേവൻ്റെ ആജ്ഞ അന്യായവും അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഏറെ വൈകിപ്പോയതുമാണെന്ന് എനിക്ക് തോന്നി. അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ പരീക്ഷയ്ക്കിരിക്കാം, ഒരു തേങ്ങലോടെ ഞാൻ പറഞ്ഞു. പക്ഷേ ശരിയായ തയ്യാറെടുപ്പിന് ഇനി സമയമില്ല. ഞാൻ സ്വയം പിറുപിറുത്തു. ചോദ്യങ്ങൾക്കുത്തരമായി ഞാൻ അങ്ങയുടെ വചനങ്ങൾ കൊണ്ട് കടലാസുകൾ നിറയ്ക്കും. അടുത്ത ദിവസം എൻ്റെ പതിവ് സമയത്ത് ആശ്രമത്തിലെത്തിയ ഞാൻ എൻ്റെ പൂച്ചണ്ട് മനോവേദനയോടെ ശ്രീ യുക്തേശ്വരന് നൽകി. എൻ്റെ വിഷാദഭാവം കണ്ട് അദ്ദേഹം ചിരിച്ചു. മുകുന്ദ, പരീക്ഷയ്ക്കോ മറ്റേതെങ്കിലും കാര്യത്തിനോ നിന്നെ സഹായിക്കുന്നതിൽ ജഗൽപ്രഭു ഉതകാതെ വന്നിട്ടുണ്ടോ? ഇല്ല പ്രഭു, ഞാൻ സന്തുഷ്ടനായി പറഞ്ഞു. കൃതജ്ഞതയുടെ സ്മരണകൾ ഒരു പ്രവാഹം പോലെ എന്നിൽ ഉണർന്നു. മടിയല്ല, ഈശ്വരനിലുള്ള തീക്ഷ്ണമായ അഭിനിവേശമാണ് കലാശാലാ ബഹുമതികൾ തേടുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞത്, എൻ്റെ ഗുരുദേവൻ കാരുണ്യപൂർവ്വം പറഞ്ഞു. അല്പനേരത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം ബൈബിൾ ഉദ്ധരിച്ചു. നിങ്ങളാദ്യം അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും തേടുക. അങ്ങനെയാണെങ്കിൽ ഇവയൊക്കെയും കൂടി നിങ്ങൾക്ക് നൽകപ്പെടും. ഗുരുദേവൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ ഭാരം ലഘുവായിത്തീരുന്നത് വീണ്ടുമൊരു 1000-ാമത്തെ തവണ എനിക്ക് അനുഭവപ്പെട്ടു. കാലേ കൂട്ടിയുള്ള ഉച്ചയൂണ് കഴിഞ്ഞപ്പോൾ ഞാൻ പന്തിയിലേക്ക് മടങ്ങണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. നിന്റെ സ്നേഹിതൻ രമേശ് ചന്ദ്ര ദത്ത് ഇപ്പോഴും അവിടെ തന്നെയാണോ താമസം? അതേ പ്രഭു. അവനെ ചെന്ന് കാണുക. പരീക്ഷകളിൽ നിന്നെ സഹായിക്കാൻ ജഗദീശ്വരൻ അവന് പ്രചോദനം നൽകും. ശരി പ്രഭു, പക്ഷേ രമേശ് അസാധാരണമാം വിധം തിരക്കിലാണ്. അവനാണ് ക്ലാസ്സിലെ ഒന്നാമൻ. മറ്റുള്ളവരെക്കാൾ ഏറെ പഠിക്കാനുണ്ടവന്. ഗുരുദേവൻ എൻ്റെ എതിർപ്പുകൾ തള്ളിക്കളഞ്ഞു. രമേശ് നിനക്ക് വേണ്ടി സമയം കണ്ടെത്തും, നീ ചെല്ലൂ. ഞാൻ പന്തിയിലേക്ക് സൈക്കിളിൽ തിരിച്ചുപോയി. വിടുതി വീട്ടുവളപ്പിൽ ഞാൻ ആദ്യം കണ്ടത് പഠിക്കാൻ ബഹുമിടുക്കനായിരുന്ന രമേശിനെ ആയിരുന്നു. അവൻ്റെ ദിവസങ്ങൾ ഒരു ജോലിയുമില്ലാതെ സ്വതന്ത്രമായിരുന്നുവെന്ന് തോന്നും വണ്ണം അവൻ സങ്കോചത്തോടെയുള്ള എൻ്റെ അപേക്ഷ സസന്തോഷം സ്വീകരിച്ചു. തീർച്ചയായും ഞാൻ നിനക്ക് എന്തും ചെയ്തു തരാം. അന്നും അടുത്ത ഏതാനും ദിവസങ്ങളിലും അനവധി മണിക്കൂറുകൾ എന്നെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് അവൻ ചെലവഴിച്ചു. ഇംഗ്ലീഷ് സാഹിത്യ പരീക്ഷയിലെ അനേകം ചോദ്യങ്ങൾ ചൈൽഡ് ഹാരോൾഡിൻ്റെ യാത്രാമാർഗത്തെപ്പറ്റിയുള്ളതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഉടൻ തന്നെ ഒരു ഭൂപടം സംഘടിപ്പിക്കണമല്ലോ, അവൻ പറഞ്ഞു. ഞാൻ എൻ്റെ പിതൃസഹോദരൻ ശാരദായുടെ വീട്ടിൽ ഓടിപ്പോയി ഒരു ഭൂപടം കൊണ്ടുവന്നു. ബൈറൻ്റെ പ്രേമലോലുപനായ യാത്രികൻ സന്ദർശിച്ച സ്ഥലങ്ങൾ യൂറോപ്പിൻ്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തി. ഈ പഠിപ്പിക്കൽ കേൾക്കാൻ ഏതാനും സഹപാഠികൾ ചുറ്റും കൂടി. ഒരു ക്ലാസ്സിന് ശേഷം അവരിലൊരാൾ അഭിപ്രായപ്പെട്ടു, രമേശ് നിന്നെ തെറ്റായി ഉപദേശിക്കുകയാണ്. പുസ്തകങ്ങളെ അധികരിച്ച് 50% ചോദ്യങ്ങളെ സാധാരണ കാണൂ. ബാക്കി 50% ഗ്രന്ഥകാരന്മാരുടെ ജീവിതത്തെപ്പറ്റിയായിരിക്കും. ഇംഗ്ലീഷ് സാഹിത്യ പരീക്ഷയ്ക്ക് ഇരുന്നപ്പോൾ ചോദ്യക്കടലാസിൽ ആദ്യം ഞാൻ നോക്കിയപ്പോൾ തന്നെ എൻ്റെ കവിളിലൂടെ കൃതജ്ഞതയുടെ കണ്ണുനീർ കടലാസുകളെ നനച്ചുകൊണ്ട് ഒഴുകാനിടയായി.
ക്ലാസ്സിലെ മോണിറ്റർ വന്ന് എന്നോട് അനുകമ്പയോടെ കാര്യമന്വേഷിച്ചു. എൻ്റെ ഗുരുദേവൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു, രമേശ് എന്നെ സഹായിക്കുമെന്ന്. ഞാൻ വിശദീകരിച്ചു. നോക്കൂ, രമേശ് സൂചിപ്പിച്ച അതേ ചോദ്യങ്ങൾ തന്നെ വന്നിരിക്കുന്നു. ഞാൻ തുടർന്നു. എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം അഗാധമായ നിഗൂഢതയിലാണ്ട ജീവിതങ്ങളുള്ള ബ്രിട്ടീഷ് ഗ്രന്ഥകാരന്മാരെപ്പറ്റി ഇക്കൊല്ലം ചോദ്യങ്ങൾ വളരെ കുറവാണ്. ഞാൻ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ താമസസ്ഥലം ഒച്ചപ്പാടുകൊണ്ട് നിറഞ്ഞിരുന്നു. രമേശിൻ്റെ പഠിപ്പിക്കലിലുള്ള എൻ്റെ വിശ്വാസത്തെ പരിഹസിച്ചിരുന്ന വിദ്യാർത്ഥികൾ അഭിനന്ദനങ്ങൾ കൊണ്ട് എൻ്റെ കാതടപ്പിച്ചു. പരീക്ഷയുടെ ആഴ്ചയിൽ രമേശിനോടൊപ്പം ആവുന്നത്ര സമയം തുടർന്ന് ഞാൻ ചെലവഴിച്ചു. പരീക്ഷയ്ക്ക് പ്രൊഫസർമാർ ചോദിക്കുമെന്ന് അവൻ കരുതിയ ചോദ്യങ്ങൾ അവൻ രൂപപ്പെടുത്തി. ദിവസം തോറും രമേശിൻ്റെ ചോദ്യങ്ങൾ ഏറെക്കുറെ അതേ വാക്കുകളിൽ പരീക്ഷയ്ക്ക് വന്നു. ദിവ്യാത്ഭുതം പോലെയുള്ള എന്തോ ഒന്ന് സംഭവിക്കുന്നുവെന്നും അശ്രദ്ധനായ കിറുക്കൻ സന്യാസി ജയിച്ചേക്കാനുള്ള സാധ്യത കാണുന്നുവെന്നുമുള്ള വാർത്ത കോളേജിലെങ്ങും പരന്നു. സംഗതിയുടെ സത്യാവസ്ഥ മറച്ചുപിടിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. കൊൽക്കത്ത സർവകലാശാല പ്രൊഫസർമാർ തയ്യാറാക്കിയ ചോദ്യങ്ങൾ മാറ്റാൻ സ്ഥലത്തെ പ്രൊഫസർമാർക്ക് കഴിവില്ലായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പരീക്ഷയെപ്പറ്റി വീണ്ടും ചിന്തിച്ചപ്പോൾ ഞാൻ ഒരു വലിയ അബദ്ധം കാട്ടിയെന്ന് ഒരു ദിവസം രാവിലെ എനിക്ക് മനസ്സിലായി. ചില ചോദ്യങ്ങൾ എ അല്ലെങ്കിൽ ബി എന്നും സി അല്ലെങ്കിൽ ഡി എന്നും 2 ഭാഗങ്ങളായി തിരിച്ചിരുന്നു. ഓരോ ഭാഗത്തിലെയും ഓരോ ചോദ്യത്തിന് ഉത്തരം എഴുതുന്നതിന് പകരം ഞാൻ ആദ്യ ഭാഗത്തിലെ 2 ചോദ്യത്തിനും ഉത്തരം എഴുതിയിട്ട് രണ്ടാമത്തെ ഭാഗം അലക്ഷ്യമായി വിട്ടുകളഞ്ഞു. അതിൽ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല മാർക്ക് 33 ആയിരുന്നു. ജയിക്കാൻ വേണ്ട 36-ൽ നിന്ന് 3 മാർക്ക് കുറവ്. ഞാൻ ഗുരുദേവൻ്റെ അടുത്ത് പാഞ്ഞെത്തി എൻ്റെ ബുദ്ധിമുട്ടുകൾ വെളിവാക്കി. പ്രഭു, ഞാൻ പൊറുക്കാനാവാത്ത ഒരു മണ്ടത്തരം കാണിച്ചു. രമേശിലൂടെ ലഭിച്ച ദൈവികാനുഗ്രഹത്തിന് ഞാൻ അർഹനല്ല. ഞാൻ തീർത്തും അയോഗ്യനാണ്. സന്തോഷമായിരിക്കൂ മുകുന്ദ. ശ്രീ യുക്തേശ്വരൻ്റെ സ്വരം ലാഘവമാർന്നതും ഉത്കണ്ഠാരഹിതവുമായിരുന്നു. അദ്ദേഹം ആകാശത്തിൻ്റെ നീലമേലാപ്പിലേക്ക് ചൂണ്ടി. നിനക്ക് നിന്റെ ഡിഗ്രി കിട്ടാതിരിക്കുന്നതിനേക്കാൾ സാധ്യത ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും അവരുടെ സ്ഥാനങ്ങൾ വച്ചു മാറുന്നതിനാണ്. കണക്ക് കൂട്ടിയാൽ ഞാൻ ജയിക്കുമെന്നത് അചിന്ത്യമായിരുന്നെങ്കിലും ഞാൻ ആശ്രമം വിട്ടത് ഏറെ പ്രശാന്തമായ ഒരു മനോഭാവത്തോടെയായിരുന്നു. 1-2 പ്രാവശ്യം ആശങ്കയോടെ ഞാൻ ആകാശത്തേക്ക് നോക്കി. ദിനേശൻ തൻ്റെ പതിവ് ഭ്രമണപഥത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കാണപ്പെട്ടു. ഞാൻ പന്തിയിലെത്തിയപ്പോൾ ഒരു സഹപാഠി പറയുന്നത് കേൾക്കാനിടയായി. ഇക്കൊല്ലം ആദ്യമായി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ജയിക്കാനാവശ്യമായ മാർക്ക് കുറച്ചിരിക്കുന്നുവെന്ന് സ്വൽപ്പം മുമ്പ് എനിക്കറിവ് കിട്ടി. ഞാൻ ആ കുട്ടിയുടെ മുറിയിൽ കടന്നു കയറിയ തിടുക്കം കണ്ട് അവൻ ആശങ്കയോടെ തലയുയർത്തി നോക്കി. ഞാൻ ആകാംക്ഷയോടെ അവനെ ചോദ്യം ചെയ്തു. നീണ്ട മുടിക്കാരൻ സന്യാസി? ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, പഠിത്തകാര്യങ്ങളിൽ എന്താണ് പെട്ടെന്നൊരു താൽപ്പര്യം? എന്തിനാണ് 11-ാം മണിക്കൂറിൽ കരയുന്നത്? പക്ഷേ പാസ് മാർക്ക് ഇപ്പോൾ 33 കുറച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി ഞാൻ എൻ്റെ മുറിയിലെത്തി. മുട്ടുകുത്തി നിന്ന് ദിവ്യപിതാവിൻ്റെ ഗണിതപരമായ കൃത്യത വാഴ്ത്തി. ഒരു ആത്മീയ സാന്നിധ്യത്തിൻ്റെ ബോധത്തിൽ ഓരോ ദിവസവും ഞാൻ രോമാഞ്ചമണിഞ്ഞു. അത് എന്നെ രമേശിലൂടെ നയിക്കുന്നതായി വ്യക്തമായി ഞാൻ മനസ്സിലാക്കി. ബംഗാളി ഭാഷയിലെ എൻ്റെ പരീക്ഷയോട് ബന്ധപ്പെട്ട് ഒരു പ്രധാന സംഭവമുണ്ടായി. ഒരു ദിവസം രാവിലെ ഞാൻ പരീക്ഷാ ഹാളിലേക്ക് തിരിക്കുമ്പോൾ രമേശ് എന്നെ വിളിച്ചു. എന്നെ ആ വിഷയത്തിൽ അവൻ പരിശീലിപ്പിച്ചിട്ടില്ലായിരുന്നു. രമേശ് നിന്നെ ഉച്ചത്തിൽ വിളിക്കുന്നു, ഒരു സഹപാഠി അക്ഷമനായി എന്നോട് പറഞ്ഞു. തിരിച്ചു പോകരുത്, പരീക്ഷയ്ക്ക് നാം താമസിക്കും. ആ ഉപദേശം അവഗണിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞോടി. സാധാരണയായി ബംഗാളി പരീക്ഷ നമ്മുടെ ബംഗാളി കുട്ടികൾ എളുപ്പത്തിൽ ജയിക്കും, രമേശ് പറഞ്ഞു. ഇക്കൊല്ലം ഉപപാഠ പുസ്തകങ്ങളിൽ നിന്ന് ചോദ്യം ചോദിച്ച് കുട്ടികളെ ശരിക്കും കശാപ്പ് ചെയ്യാൻ പ്രൊഫസർമാർ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഒരു ഭൂതോദയം എനിക്കുണ്ടായി. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ജീവിച്ചിരുന്ന പ്രസിദ്ധ ബംഗാളി മനുഷ്യസ്നേഹി വിദ്യാസാഗരൻ്റെ ജീവിതത്തിലെ 2 കഥകളുടെ രൂപരേഖ തുടർന്ന് അവൻ പറഞ്ഞു തന്നു. രമേശിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ പരീക്ഷാ ഹാളിലേക്ക് സൈക്കിളിൽ തിരിച്ചു. ബംഗാളി പരീക്ഷാ കടലാസിന് 2 ഭാഗങ്ങളുള്ളതായി ഞാൻ കണ്ടു. ആദ്യ ചോദ്യം
വിദ്യാസാഗറിൻ്റെ ജീവിതത്തിലെ മനുഷ്യകാരുണ്യപരമായ പ്രവൃത്തിയുടെ 2 ഉദാഹരണങ്ങൾ എഴുതുക എന്നതായിരുന്നു. ഈ അടുത്ത സമയം മാത്രം നേടിയ അറിവ് കടലാസിലേക്ക് പകർത്തിയപ്പോൾ രമേശിൻ്റെ അന്ത്യനിമിഷത്തിലുള്ള വിളി ഞാൻ ശ്രദ്ധിക്കാനിടയായതിന് ഏതാനും നന്ദി വാക്കുകൾ ഞാൻ മന്ത്രിച്ചു. വിദ്യാസാഗറിൻ്റെ മഹാമനസ്കത ഇപ്പോൾ എന്നോട് കാട്ടിയ ഒരു മഹാമനസ്കതയും അതിൽപ്പെടുന്നു. എനിക്ക് അറിവില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ബംഗാളി പരീക്ഷയിൽ വിജയിക്കുവാൻ കഴിയുമായിരുന്നില്ല. ചോദ്യക്കടലാസിലെ 2ാമത്തെ ചോദ്യം ഇപ്രകാരമായിരുന്നു: നിങ്ങളെ ഏറ്റവുമധികം പ്രചോദിപ്പിച്ചിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ബംഗാളിയിൽ ഒരു ലേഖനമെഴുതുക. പ്രിയപ്പെട്ട വായനക്കാരാ, എൻ്റെ ലേഖനത്തിന് ഞാൻ ആരെ തിരഞ്ഞെടുത്തുവെന്ന് പറയേണ്ടതില്ലല്ലോ. എൻ്റെ ഗുരുദേവനെ വാഴ്ത്തി താളുകൾ ഒന്നിനു പുറകെ ഒന്നായി എഴുതി നിറച്ചപ്പോൾ എൻ്റെ പ്രവചനം യഥാർത്ഥമാകുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ പുഞ്ചിരിച്ചു. ഞാൻ അങ്ങയുടെ വചനങ്ങൾ കൊണ്ട് കടലാസുകൾ നിറയ്ക്കും. ഫിലോസഫിയിൽ, ദർശനശാസ്ത്രത്തിൽ എന്തെങ്കിലും രമേശിനോട് ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. ശ്രീ യുക്തേശ്വരൻ്റെ കീഴിലെ നീണ്ട ശിക്ഷണത്തിൽ വിശ്വാസം പുലർത്തി ഞാൻ പുസ്തകത്തിലെ വിശദീകരണങ്ങൾ സുരക്ഷിതമായി അവഗണിച്ചു. എനിക്ക് ഏറ്റവുമധികം മാർക്ക് ലഭിച്ചത് ഫിലോസഫിയിലായിരുന്നു. മറ്റെല്ലാ വിഷയങ്ങളിലും എൻ്റെ മാർക്ക് കഷ്ടിച്ച് ജയിക്കാനുള്ളത് മാത്രമായിരുന്നു. എൻ്റെ നിസ്വാർത്ഥ സ്നേഹിതൻ രമേശ് തൻ്റെ ഡിഗ്രി പ്രശസ്തമായ നിലയിൽ സമ്പാദിച്ചുവെന്നത് രേഖപ്പെടുത്താൻ സന്തോഷമുണ്ട്. എൻ്റെ ബിരുദലബ്ധിയിൽ അച്ഛൻ്റെ മുഖത്ത് പുഞ്ചിരിപ്പൂക്കൾ വിടർന്നു. മുകുന്ദ, നീ ജയിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല, അദ്ദേഹം ഏറ്റുപറഞ്ഞു. അത്രയധികം സമയമാണ് നീ ഗുരുദേവനോടൊത്ത് ചെലവഴിക്കുന്നത്. അച്ഛൻ്റെ മൗനവിമർശനം ഗുരുദേവൻ ശരിക്കും തിരിച്ചറിഞ്ഞിരുന്നു. എൻ്റെ പേരിൻ്റെ പിന്നിൽ ഒരു AB എപ്പോഴെങ്കിലും ഉണ്ടാകുമോ എന്ന് വർഷങ്ങളായി എനിക്ക് സംശയമുണ്ടായിരുന്നു. ഏതാണ്ട് അവ്യക്തമായ കാരണങ്ങളാൽ എന്നിൽ നിക്ഷിപ്തമായ ഒരു ദൈവിക സമ്മാനമാണ് അതെന്ന് വിചാരിക്കാതെ ആ ബിരുദം ഞാൻ ഉപയോഗിക്കാറില്ല. കാണാപാഠം പഠിച്ച അറിവുകൾ അവരിൽ പരീക്ഷകൾക്ക് ശേഷം നിലനിന്നിരുന്നില്ല എന്ന് കലാശാലാ വിദ്യാഭ്യാസം ലഭിച്ചവർ ചിലപ്പോഴൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ആ ഏറ്റുപറച്ചിൽ എൻ്റെ കലാശാലാ വിദ്യാഭ്യാസത്തിലെ നിസ്തർക്കമായ ന്യൂനതകളുടെ കാര്യത്തിൽ ഒരൽപ്പം സാന്ത്വനം പകരുന്നു. എനിക്ക് കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം ലഭിച്ച 1915 ജൂണിലെ ആ ദിവസം ഞാൻ എൻ്റെ ഗുരുദേവൻ്റെ പാദങ്ങളിൽ നമിച്ച് അദ്ദേഹത്തിൻ്റെ ജീവനിൽ നിന്ന് എന്നിലേക്കൊഴുകിയ അനുഗ്രഹാശിസ്സുകൾക്ക് നന്ദി പ്രകാശിപ്പിച്ചു. എഴുന്നേൽക്കൂ മുകുന്ദ, അദ്ദേഹം വാത്സല്യത്തോടെ പറഞ്ഞു. സൂര്യചന്ദ്രന്മാരെ പുനഃസംവിധാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യം നിന്നെ ഒരു ബിരുദധാരിയാക്കുന്നതാണെന്ന് ജഗൽപ്രഭു കണ്ടു.